വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു. 50 കോടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് 100 കോടിയാക്കി വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ കഴിയുന്നത്. ഇത് KSRTCക്ക് അമിത ഭാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ജനാധിപത്യ കേരള കോൺഗ്രസ് ലീഡർ ആന്റണി രാജു പരോക്ഷ വിമർശനം നടത്തിയത്. അതായത് അങ്ങനെയൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് കോവിഡിന്റെ പിടിയിൽ അമർന്ന് 1.5 വർഷക്കാലം സർവീസുകളില്ലാതെ, കളക്ഷൻ ഇല്ലാതെ, വരുമാനമില്ലാതെ ശമ്പളം കൊടുത്തു എന്നുള്ള ചെറിയ കാര്യമല്ല. 1.5 വർഷം, പിന്നെ 1 വർഷത്തോളം മാത്രമേ ശരിക്കും എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ. അന്ന് തുടങ്ങി വെച്ച പദ്ധതികളുടെ വരുമാനമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 50 കോടിയിൽ നിർത്തിയിരുന്നു. ഇപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 100 കോടിയായി ഉയർത്തി. സ്വാഭാവികമായിട്ടും അതിന്റെ പലിശ കൂടുതൽ ഇനി മാസം തോറും കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പോയി കടക്കണി ഉണ്ടാക്കിയിട്ടാണ് KSRTC ഈ പരുവത്തിലേക്ക് എത്തിയത്. അങ്ങനെ നമ്മൾ അമിതമായ പലിശയ്ക്ക് വേണ്ടി ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത് KSRTCക്ക് സമയത്ത് ഒരുപക്ഷെ 15 ദിവസം മുമ്പേ ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഭാവിയിൽ അത് ഈ പലിശ കൂടുതൽ കൊടുക്കുന്നത് KSRTC ഭാരം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഞാനിരുന്നപ്പോ 5-ാം തീയതി ആദ്യത്തെ 5-ാം തീയതിയും പിന്നെ രണ്ടാമത് 15-ാം തീയതി 20-ാം തീയതി 2-ാം ഗഡുവും കൊടുത്തിരുന്നു. പിന്നെ കുറെ കാലം ചെയ്തത് ആദ്യം 5-ാം തീയതി ശമ്പളം കൊടുക്കാതെ അതും കൂടെ കൂട്ടിവെച്ച് 20-ാം തീയതി ഒരുമിച്ച് കൊടുത്താൽ എന്താ വ്യത്യാസം? ഏതാ പ്രയോജനകരം ജീവനക്കാർക്ക്? 5-ാം തീയതി പകുതി ശമ്പളവും 20-ാം തീയതി പകുതി ശമ്പളവും കിട്ടുന്നതായിരുന്നോ ഗുണകരം? 20-ാം തീയതി രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നതായിരുന്നോ ഗുണകരം? ഒരുമിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ. ഇപ്പോ ഈ കഴിഞ്ഞ മാസം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ മാസം മുതൽ SBIയുടെ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 50 കോടിയിൽ നിന്ന് 100 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ച് ആ ഓവർ ഡ്രാഫ്റ്റും കൂടെ എടുത്താൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് പലിശ ദീർഘകാലം എന്ന് പറയുമ്പോൾ ഇനി അത് പലിശ, അതിന്റെ പലിശക്കും അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ അമിതമായ പലിശ KSRTCയുടെ ഭാരമായിട്ട് വർദ്ധിക്കുകയാണ്. പിന്നെ അത് കാലക്രമേണ നമ്മളൊരു ദീർഘവീക്ഷണത്തോടുകൂടി സാമ്പത്തിക ഭാരം കുറച്ചു കൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത്. അല്ല താൽക്കാലികമായിട്ടുള്ള മുട്ടുശാന്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് KSRTCയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഞാൻ പോയിരുന്നില്ല. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.